ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പടിഞ്ഞാറെ കല്ലടയിൽ നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പൈസ ചെലവാക്കി ചെയ്യുകയും പിന്നീട് അതിന്റെ മേൽനോട്ടമില്ലാതെ പോവുകയും ചെയ്യും. സർക്കാർ ഓഫീസുകളിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തുടയ്ക്കാനും തൂക്കാനും ആരുമില്ലാതെ നശിച്ചു പോവുക. ചില കെട്ടിടങ്ങളുടെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കും. അത് പൈപ്പിലൂടെ പുറത്തു കളയാനുള്ള സംവിധാനമില്ല. ആരും കയറി ശ്രദ്ധിക്കാറില്ല. സർക്കാർ കെട്ടിടമാണ് അങ്ങനെ നശിച്ചു പോകും. പഴയ PH സെന്ററുകൾ, സർക്കാർ ആശുപത്രികൾ എല്ലാം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വെള്ളം ഇറങ്ങി തുരുമ്പ് പിടിച്ച് അതിലെ കമ്പിയിൽ നിന്ന് അടിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇളകി അതെല്ലാം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നിർമ്മാണ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാത്ത സാഹചര്യം. ആവശ്യത്തിന് സിമന്റ് ചേർക്കുന്നുണ്ടോ, കമ്പി ചേർക്കുന്നുണ്ടോ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിക്കാതെ ഒരു ജനപ്രതിനിധി ഫണ്ട് മാത്രം വകയിരുത്തിയിട്ട് കാര്യമില്ല. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിനുൻ വാഹിദ് പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.